ഈ ശരണമെന്ന പുണ്യം എന്ന് പറയുമ്പോഴേ ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഇപ്പോൾ 18 പ്രാവശ്യം IELTS എഴുതി തോറ്റു, ആ PSN ടെസ്റ്റ് കണ്ടല്ലേ, 18 പ്രാവശ്യം PSN ടെസ്റ്റ് എഴുതിയിട്ട് തോറ്റ ഒരു മകൻ, അപ്പനാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അപ്പം മകനും അപ്പനും കൂടി വരുമ്പോഴേ അച്ഛൻ എന്നാ ചോദിക്കണത്, നിങ്ങൾക്ക് എന്നാ വേണമെന്ന്. അതായത് ചില വ്യക്തികളെ കാണുമ്പോൾ കർത്താവ് സംസാരിക്കണതാണത്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്, ഒന്ന് ജോലിയുണ്ട്, രണ്ടാമത്തത് ടെസ്റ്റ് പാസ്സാകണം. അപ്പം അപ്പൻ ആ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. കാര്യം നമ്മളെപ്പോഴും ദൈവതിരുസന്നിധി ചോദിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാകണം. ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? വ്യക്തത. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആണെങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കും. അപ്പം നിങ്ങൾ എൻ്റെ മക്കൾ എപ്പോഴും സ്ഥലമാണോ വിൽക്കേണ്ടത്, വീടാണോ വിൽക്കേണ്ടത്, വീട് വിറ്റിട്ട് സ്ഥലം വിറ്റിട്ട് മകളെ കെട്ടിക്കണം, സ്ഥലം വിറ്റിട്ട് മകന് ഇസക്ക് ജോലിക്ക് പൈസ കൊടുക്കണം, എന്താണ് കൺഫ്യൂഷൻ? അപ്പോഴാദ്യം തന്നെ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി വ്യക്തത ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾക്കും ഈ ധ്യാനം എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത വിഷയത്തിന്റെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാവാൻ വ്യക്തത ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഈ ശുശ്രൂഷ ഇപ്പോൾ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നിയോഗങ്ങളുടെ മേൽ വ്യക്തതയുണ്ടാകാൻ, ദൈവത്തിന്റെ വെളിപ്പെടുത്തലുണ്ടാകാൻ, ദൈവിക ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിയോഗങ്ങളോട്ട് സമർപ്പിക്കട്ടെ, കുടുംബത്തെ സമർപ്പിക്കട്ടെ, ജീവിത പങ്കാളി സമർപ്പിക്കട്ടെ, മക്കളെ സമർപ്പിക്കട്ടെ, രോഗദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ സമർപ്പിക്കട്ടെ, സന്താനരഹിത അവസ്ഥകൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നിറയുകയാണ്, ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. യോഹന്നാൻ 1:4 കൃപയ്ക്ക് മേൽ കൃപ നൽകപ്പെടുകയാണ്. ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരിലേക്കും ദൈവത്തിന്റെ വ്യക്തമായ ക്രമീകരണവും വെളിപ്പെടുത്തലും ഉണ്ടാവുകയാണ്. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ 18 പ്രാവശ്യം PSN ടെസ്റ്റ് തോക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യൻ്റെ കലിബറെല്ലാം ഡാമേജ് ആവും. കാര്യം എന്താ? പണ്ട് ഒരു മോൾ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു, സൂപ്പർ സാക്ഷ്യമാണ്. PSN ടെസ്റ്റ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് സിസ്റ്റത്തോടാണ്. സിസ്റ്റമാണ് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫൊണറ്റിക്സ്, ഉച്ചാരണ രീതികൾ, ആക്സൻസ്. അപ്പോൾ IELTS പോലെ ടെസ്റ്റാണ്, പക്ഷേ ഹൈ പ്രൊഫഷനാണ്, സിസ്റ്റമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഏറ്റവും ക്വാളിറ്റിയുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് ടോക്ക് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഹൈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആക്സൻറ്റും ഫോണറ്റിക്സും തമ്മിൽ സിസ്റ്റം ഉടനെ നെഗറ്റീവ് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഔട്ടാവും. അതാണ് PSN ടെസ്റ്റിൻ്റെ കുഴപ്പം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സിസ്റ്റമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണത്. റൈറ്റിംഗ് ആയാലും എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യണത്, മാർക്കിടുന്നത്. അപ്പോൾ 18 പ്രാവശ്യം തോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ജന്മത്ത് ആ മനുഷ്യന് സിസ്റ്റം അയാൾ അംഗീകരിക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. തീർന്നു, ആ പരിപാടി തീർന്നു. ഇനി ഇവിടെ എന്താ വരുന്നത്? ഇനി കർത്താവ് നേരിട്ട് വരണം. അതുകൊണ്ട് അപ്പനോട് ചോദിക്കണത് കറക്റ്റ് ചെയ്യാൻ പറയും. നിങ്ങളുടെ പ്രയർ ഇൻറ്റൻഷൻ, പ്രാർത്ഥനാ നിയോഗം കറക്റ്റ് ചെയ്യാൻ പറയും. ഉടനെ അപ്പൻ അവിടെ നിന്ന് കറക്റ്റ് ചെയ്യും. എന്താ പറയണത് അദ്ദേഹം പറയണത്?
ജോലി നമുക്ക് ടെസ്റ്റ് പാസ്സാകണം. ടെസ്റ്റ് പാസ്സായ ജോലി എന്ത് ജോലി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിട്ടും. അത് കറക്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരം കറക്റ്റാണ്. അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആ വിഷയം വ്യക്തമായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ബ്ലെസ് ചെയ്യാൻ പറ്റും. എന്താ കാര്യം? അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, അതിനേക്കാളുപരി എനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് നമ്മളുടെ ജീവിതം അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയിലുള്ളതാണ്. കർത്താവിൻ്റെ പദ്ധതിയിലുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും. അല്ലെങ്കിൽ ആ വരി വേണേൽ കർത്താവിന് ഒഴിവാക്കാമായിരുന്നു. ആഹാരത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കണത് എന്ന് ഈശോ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണമെന്ന് പിശാചിനോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പം ആ സ്ഥിതിയിൽ ആ പ്രാർത്ഥനയ്ക്ക് വേണമെങ്കിൽ ഈശോൻ്റെ ഒരു പൊതുനയത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ പ്രായോഗികമായ ജീവിത വിഷയം ഒഴിവാക്കാം. പക്ഷെ പ്രായോഗികമായ ജീവിത വിഷയം ഈശോ ഒഴിവാക്കിയില്ല. എന്താ കാര്യം? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. കാര്യം പിതാവിൽ കൺകറൻസ് ഉള്ളതാണ്. യോഹന്നാൻ 6:33 അനുസരിച്ച് കൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ അന്നു വേണ്ട ആഹാരം എന്നുള്ളത് പിതാവിൻ്റെ ഉള്ളിൽ പോലും നമ്മളിവിടെ മാന്യമായ ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ചു കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ഇവിടെ ഡീസൻ്റായിട്ട് ജീവിക്കണമെന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നൽകിയിട്ടുള്ള ബ്ലെസ്സിങ്സാണ്. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ, യോഹന്നാൻ 6:7 പ്രാർത്ഥിക്കുമ്പോൾ, മത്തായി 6:7 പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥനയുടെ ചുവട് കിടക്കണ എവിടെയാണ്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കുവാൻ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെയാണ് പെരുകി നിലനിൽക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം ദൈവം അന്നേ അനുഗ്രഹിച്ചിരിക്കുന്നതാണ്. പാപം കയറി പ്രളയം വന്നപ്പോഴാണ് ഇതെല്ലാം മുടിഞ്ഞ് തെച്ച് കഴുകി പോയപ്പോഴാണ് നോഹിനോട് ദൈവം ആ പാപം വന്ന് പ്രളയം കയറി ദൈവം സൃഷ്ടിച്ചതും അനുഗ്രഹിച്ചതും എല്ലാം മുടിഞ്ഞ് ചീഞ്ഞ് അഴുകി തീർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി കൊണ്ടുവരണത്. ഉടമ്പടി ചില്ലറ പ്രാർത്ഥനയൊന്നും ഇല്ല. നോഹിൻ്റെ മുമ്പിൽ കാണുമ്പോൾ എന്താണ്? ഒരു പ്രളയവും ആ പ്രളയത്തിനുള്ളിൽ ചത്ത് ചീഞ്ഞു പോയ ജീവികളും ദുർഗന്ധവും എല്ലാം വമിക്കണ സമയത്താണ് ദൈവം ഉടമ്പടി ചെയ്യണത്. എന്തിനാ? ഇനി ഉടമ്പടിയിലൂടെ മനുഷ്യൻ്റെ വിശ്വസ്തത അറിയാതെ ചോദിക്കാതെ ഏകപക്ഷികമായാണ് ദൈവം ആദ്യം സന്താന പുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞത്, ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞത്, ഭൗതിക അനുഗ്രഹത്തിൻ്റെ ആശംസ കൊടുത്തത്. പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യാവസ്ഥയും ആത്മാർത്ഥതയും അംഗീകരിക്കാതെ അവൻ്റെ വഴിക്ക് പോയപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടമായി പ്രളയം ക്ഷണിച്ചു വരുത്തിയത്. ഈ ക്ഷണിച്ചു വരുത്തിയ പ്രളയത്തിൻ്റെ മുമ്പിൽ ബലിയാടായി ഈ പ്രപഞ്ചം നിൽക്കുമ്പോൾ ചീഞ്ഞഴുകിപ്പോയ ലോകത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ ആണ് ദൈവം ഉടമ്പടി ചെയ്യണത്. എങ്ങനെയാണ്? പണ്ട് ആദത്തിനോട് ഉടമ്പടി ചെയ്യേണ്ടതായിരുന്നു. ചെയ്തിരുന്നെങ്കിൽ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാൻ ആദവും ഹവ്വായും ബാധ്യസ്ഥമായിരുന്നു. എങ്കിലും നിബന്ധന കൊടുക്കാതിരുന്നില്ല. ഒരു ചെറിയ നിബന്ധന കൊടുത്തു. എന്താ കൊടുത്തത്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. അത് നിബന്ധനയാണ്. എല്ലാ അനുഗ്രഹവും കൊടുത്തതിന് ശേഷം അറിയാത്ത അനോണിമസ് കവനൻറ്റ്, അറിയാത്ത ഉടമ്പടി, നമ്മുടെ വാട്ടർ മാർക്ക് പോലെ ബൈബിളിൽ കിടക്കുന്ന സംഭവമാണ് അനോണിമസ് കവനൻറ്റ്, അറിയാത്ത ഉടമ്പടി. എന്തെങ്കിലും കാര്യങ്ങളോ നിബന്ധനകളോ നിയമങ്ങളോ നമ്മൾ പറയാതെ ദൈവം പറയുമ്പോൾ ഓർക്കുക, അതിൻ്റെ പിന്നിലെല്ലാം വാഗ്ദാനങ്ങളുണ്ട്. വാഗ്ദാനത്തിൻ്റെ മുമ്പിലെല്ലാം അതിനെ സാക്ഷാത്കരിക്കുന്ന ഭൗതിക അഭിവൃദ്ധികളുണ്ട്. ഈ ഭൗതിക അഭിവൃദ്ധി പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹത്തിൽ നകന്നു പോയി കഴിഞ്ഞപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് സ്ഥായിയായ സ്നേഹം കാണിക്കും, ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുമെന്ന് ജെറമിയ 11 പറയണത്.
ജെറമ്യ 11:7 പറയുന്നത് എന്താണ്? ഞാൻ നിന്നോട് സ്ഥായിയായ സ്നേഹം കാണിക്കും, സ്ഥിരമായ ഉടമ്പടി ഞാൻ നിന്നോട് ചെയ്യും. നീ എന്തിനാണ് ദൈവം നമ്മൾ ഉടമ്പടി ചെയ്യണത്? നമ്മളോടുള്ള സ്നേഹം സ്ഥായിയായി നിലനിൽക്കാനാണ്. സ്ഥായിയായി നിന്ന് കഴിഞ്ഞാൽ എന്താണ്? ഈ അനുഗ്രഹവും സ്ഥായിയായി നിലനിൽക്കും. ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും സ്ഥായിയായി നിലനിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇപ്പം ചിലർ ചോദിക്കണില്ലേ, ഞങ്ങളുടെ കാര്യമെല്ലാം കണ്ടല്ലോ, ഇനി ഉടമ്പടിയിൽ തുടരണമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഉടമ്പടി ചെയ്തില്ലെങ്കിൽ പോലും ഒരു ശരാശരി ദൈവ പൈതൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. ഒരു ശരാശരി ദൈവ പൈതൽ നമ്മൾ ജീവിക്കുമ്പോൾ സാധാരണ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. ഉടമ്പടി ഒഴിവാക്കി, ഉടമ്പടി അനുഷ്ഠാനക്രമം പ്രകാരം ചെയ്തില്ലെങ്കിൽ പോലും ഉടമ്പടി അല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്താ കാര്യം? ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. രോഗികളെ സന്ദർശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിനെ അറിയാത്തവർ അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അതിന് ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ ഉടമ്പടി ഇല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം തന്നെ ഉടമ്പടി ആയിരിക്കണമെന്ന് ദൈവം പറയാതെ പറയുന്ന പോലെയാണ് ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും. നമ്മളെ അതൊരു ദൈവവിളിയാണ്. ഉടമ്പടി എന്താണ്? ഒരു ദൈവവിളിയാണ്. കവനന്റ് ഈസ് എ ഒക്കേഷൻ. ഉടമ്പടി ഒരു ദൈവവിളിയാണ്. എന്തിനാണ്? വിശുദ്ധിയിലേക്കുള്ള വിളി, ദൈവശക്തിയിലേക്കുള്ള വിളി. കൈ അടിച്ചു കർത്താൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തിട്ട് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവേഷ്ടം നിറവേറ്റി കർത്താവെ ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ, കൃപ പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സോണിയ. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിലെ പുത്തൻതോപ്പ് സെൻറ്റ് ഇഗ്നേഷ്യസ് ലയോള ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 15 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഓൺലൈൻ ഉടമ്പടി 2023 ഒക്ടോബറിൽ എടുത്തതിന് ശേഷം ഞങ്ങളുടെ വിസ തടസ്സം മാറിയ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് 15 വർഷം കഴിഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വിസ 2 പ്രാവശ്യം റിജക്ഷനും 1 പ്രാവശ്യം ക്യാൻസലേഷനും വന്ന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ പല പ്രാർത്ഥനകളിൽ ഞങ്ങൾ കൂടുമെങ്കിലും, പല ധ്യാനങ്ങൾ കൂടിയെങ്കിലും ഒന്നിലും ഞങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നുണ്ടായിരുന്നില്ല. ഏഷ്യ 45:2 പറയുന്നത് പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന നിന്റെ കർത്താവായ ദൈവം ഞാനാണ് നീ അറിയേണ്ടതിന്. അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ജോഷുവ 1:3 മോശയോട് വാഗ്ദാനം ചെയ്തതുപോലെ നീ ആയിരിക്കുന്ന ദേശം നിനക്ക് അവകാശമായി തരും. ഈ 2 വചനങ്ങൾ ഞങ്ങൾ സ്ഥിരമായി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വിസ 15 വർഷം ഞങ്ങൾ അവിടെ നിന്നെങ്കിലും ഞങ്ങൾക്ക് PR കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാര്യമായിരുന്നു. ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് ഞങ്ങൾക്ക് നാട്ടിലും വരാൻ ഞങ്ങൾക്ക് ട്രാവൽ റൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഞങ്ങൾ 10 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത്. 2023 ഒക്ടോബറിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പലരും പറഞ്ഞെങ്കിലും എനിക്ക് മടിയായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ഒന്നാമത്തെ മടി എനിക്ക് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള മടിയും, പിന്നെ ഈ നിബന്ധനകളൊക്കെ എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കൽ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതുപോലെ തന്നെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ 2023 അവസാനമായപ്പോഴേക്കും ഞങ്ങളുടെ വിസ അവസാനത്തെ അപ്പീൽ ട്രിബ്യൂണലിൻ്റെ ഹിയറിങ് വന്നു. അപ്പോൾ ഞങ്ങളുടെ ലോയറും കൂടിയായിട്ട് ഹിയറിങ് അറ്റൻഡ് ചെയ്തു.
അപ്പോൾ ഹിയറിങ്ങിനുണ്ടായിരുന്ന ലേഡി പറഞ്ഞത് ഞങ്ങൾക്കവിടെ ഞങ്ങൾ ടെമ്പററി വിസയിൽ നിന്നതുകൊണ്ട് ഞങ്ങളുടെ വിസ കാലാവധി തീരുമ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോവുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കേസ് അതുപോലെ ഒരു എക്സെപ്ഷണൽ കേസായിരിക്കണം. അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മളൊരു ടെമ്പററി വിസയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിസ കാലാവധി കഴിഞ്ഞ് നമുക്ക് സ്പോൺസറെ കണ്ടെത്താൻ പറ്റിയില്ല, നമ്മുടെ ഏജ് ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിൽ വരിക എന്നുള്ളതാണ്. 45 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് മറ്റ് വിസ കാറ്റഗറികളിലൊന്നും വിസയ്ക്ക് അപേക്ഷിക്കാൻ അവിടുത്തെ നിയമം അനുസരിച്ച് അനുവാദമില്ല. അപ്പോൾ അന്നേരം 45 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ടെമ്പററി വിസയിൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾ അവിടെ പഠിക്കുന്നു, ഞങ്ങൾക്ക് നാട്ടിൽ വന്നാൽ വേറൊരു ജോലി കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി അവിടെ നിൽക്കുന്നത് കൊണ്ട് അവിടെ തന്നെ ഞങ്ങൾക്ക് തുടരാനായിരുന്നു ആഗ്രഹം. അപ്പോൾ 2023 അവസാനമായപ്പോഴേക്കും അപ്പീൽ ഹിയറിങ് നടക്കുമ്പോൾ ഞാൻ അവരോട് എൻ്റെ ഹിയറിങ് നടത്തുന്ന ട്രിബ്യൂണൽ മെമ്പറിനോട് ഞാനൊരു റിക്വസ്റ്റ് വെച്ചു. അന്ന് രാവിലെ മുതൽ ഹിയറിങ്ങിൻ്റെ അന്ന് രാവിലെ മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പല പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹിയറിങ്ങിന് അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ വിസ, നിങ്ങൾ ഒരു സ്പോൺസർഷിപ്പ് വിസയിലാണ് നിന്നത്, അത് നിങ്ങളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാരണങ്ങളും കൊണ്ട് നിങ്ങളുടെ വിസ റിജക്ഷനായി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നിയമപരമായി തുടരാൻ അവകാശമില്ല, വിസ റിജക്ഷൻ വന്നാൽ തിരിച്ച് നാട്ടിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട്, എന്നോട് മാതാവ് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി, ഇവരോട് ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുന്നതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ ജോലി ചെയ്ത് ഇവിടെ ടാക്സ് അടയ്ക്കുന്നു, എൻ്റെ മക്കൾ ഇവിടെ പഠിക്കുന്നു, ഞങ്ങൾ വളരെ ഒരു റിമോട്ടായിട്ടുള്ള റീജിയണൽ ടൗണിലാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൂടെ അവിടെ വന്നവരും എനിക്ക് ശേഷം വന്നവരും എല്ലാം കുടുംബസമേതം അവിടെ സെറ്റിലായി നിൽക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ മാതാവിലിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ വന്ന ഒരു ദിവസം സാക്ഷ്യം പറയാൻ അങ്ങ് അമ്മ ഇടയാക്കണമേന്ന്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, ആ ലേഡിയോട് ചോദിച്ചു, നിങ്ങൾ ഈ വിസ ഇവിടെ റിജക്ഷൻ വീണ്ടും വരികയാണെങ്കിൽ എനിക്ക് നാട്ടിൽ തിരിച്ചു പോകാതിരിക്കാൻ എൻ്റെ അവസാനത്തെ ഓപ്ഷനാണ് ഇമിഗ്രേഷൻ മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി തരണം, അതിനുവേണ്ടി ഒരു റെഫറൽ ലെറ്റർ തന്നാൽ എനിക്ക് ഡയറക്റ്റ് മിനിസ്റ്ററുടെ അടുത്ത് പോയിട്ട് ഒരു അപ്പീൽ കൊടുക്കാൻ സാധിക്കും, എന്നെ അവിടെ സ്ഥിരമായി അവിടെ നിർത്തുന്നതിനായിട്ട്. അപ്പോൾ അവർ അന്നേരം ഒന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് എൻ്റെ വിസ റിജക്ഷൻ ലെറ്ററിനോടൊപ്പം എൻ്റെ കേസ് അവർ മിനിസ്റ്ററിനെ റെഫറൽ ചെയ്യുന്നതായിട്ട് അവർ എനിക്ക് ഇമെയിൽ അയച്ചു തന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ഈ റെഫറൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ തന്നെ ഒരു ഓസ്ട്രേലിയൻ ലോയറിനെ വെച്ച് മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു. അത് 2024 മാർച്ചിലാണ് ഞങ്ങൾ മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷന് വേണ്ടി കൊടുക്കുന്നത്. ആ സമയത്ത് ഞങ്ങളോട് പല ലോയർമാരും പറഞ്ഞു, ഓസ്ട്രേലിയൻ വിസ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് വിസ സിസ്റ്റം ഉള്ളൊരു രാജ്യമാണ്. അവർ വിസ കൊടുക്കുന്നത് വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്തും അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 45 വയസ്സ് ആ സമയത്ത് കഴിഞ്ഞതുകൊണ്ട് 50 വയസ്സിന് മുകളിൽ എനിക്ക് 2024 എൻ്റെ പ്രായമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനി ഒരു PR വിസ അനുവദിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ നിയമം അനുസരിച്ച് ഒരിക്കലും പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ട് മാതാവ് എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ച് വന്ന് എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുമെന്ന് എനിക്കൊരു ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വളരെയധികം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി. പല തടസ്സങ്ങളും വന്നെങ്കിലും അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പല തടസ്സങ്ങൾ മാറാനായിട്ട് ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഇവർ ഒരു മിനിസ്റ്റീരിയൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അതിന് അവരുടെ ഒരു നിയമം അനുസരിച്ച് അത്രയും ഒരു എക്സെപ്ഷണലായിട്ടുള്ള കേസുകളിലാണ് അവർ വിസ അനുവദിക്കുന്നത്. വളരെ നമുക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വന്നാൽ നമുക്ക് എന്തെങ്കിലും
ത്രെട്ട് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി വിസ അവിടെ അനുവദിച്ച് തരുന്നത്. അപ്പോൾ എൻ്റെ റെഫറൽ ലെറ്ററിൽ ട്രിബ്യൂണൽ മെമ്പർ പറഞ്ഞിരുന്നത് ഇവരുടെ കേസ് ഒരു എക്സെപ്ഷണൽ കേസല്ല, പക്ഷേ ഇവർ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ കേസ് ഒരു യുണീക്ക് കേസാണ്, അത് കാരണം ഇവരുടെ വിസ പരിഗണിക്കണമെന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ലോക്കൽ ഫെഡറൽ മിനിസ്റ്ററിനെ MP-യെ ഞാൻ കണക്ട് ചെയ്യാൻ നോക്കി എൻ്റെ വിസ കാര്യങ്ങൾക്ക്. അപ്പോൾ അവർ വളരെ അധികം തടസ്സം പറയുകയുണ്ടായി ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. അവസാനം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തെ അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് അവരുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് ഒരു ലേഡി, ഒരു 40 വയസ്സിനോടടുത്തുള്ള ഒരു ലേഡി ആണ് അവിടുത്തെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള മിനിസ്റ്റർ, ഞങ്ങളുടെ ലോക്കൽ MP. അവർ ഞങ്ങളെ വളരെ കാര്യമായി സ്വീകരിച്ചിരുത്തി ഞങ്ങൾക്ക് വേണ്ടി മിനിസ്റ്ററോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെ സന്തോഷമായിട്ട് യാത്രയാക്കി. മാതാവ് എനിക്ക് മുമ്പേ പോയി അവിടെ ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് അവർ സാധാരണ മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷൻ ആപ്ലിക്കേഷൻസ് അവർ പരിഗണിക്കുമ്പോൾ ഓരോ 3 മാസത്തിലും ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള വിസ പുതുക്കി വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ വിസ ഞങ്ങൾക്ക് ആ സമയത്ത് തരുന്ന വിസയിൽ ഞങ്ങൾക്ക് വർക്ക് റൈറ്റോ സ്റ്റഡി റൈറ്റോ ഒന്നും ഉള്ള വിസയല്ല. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് സാധാരണ നമ്മൾ ഈ വിസ ഇഷ്യൂ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് റൈറ്റിനും സ്റ്റഡി റൈറ്റിനും വേണ്ടി പിന്നീടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളുടെ കേസിൽ അവർ വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ സ്റ്റഡി റൈറ്റും വർക്ക് റൈറ്റും അവർ അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകമായി മാതാവിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ 3 മാസവും ഞങ്ങൾ വിസ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വിസ വരാൻ ലേറ്റ് ആവുകയും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ റോസ്റ്ററിൽ നിന്ന് മാറ്റി നിർത്തുകയും ഉണ്ടായി. അപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യാതെ അവിടെ ഒരിക്കലും ഓസ്ട്രേലിയ പോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയൊരു കാര്യമാണ്. ഞങ്ങളുടെ വാടക കൊടുക്കണം, ഞങ്ങളുടെ ലിവിങ് എക്സ്പെൻസസ്, കുട്ടികളുടെ ഫീസ് എല്ലാം ഞങ്ങളുടെ പെൻഡിങ്ങിൽ വരും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിസ വരുന്നില്ല, അവസാനം ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് അടുത്ത ശമ്പളം വന്നില്ല എങ്കിൽ ഞങ്ങളുടെ വാടകയും കാര്യങ്ങളും എല്ലാം മുടങ്ങും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ വിസ വരാത്തത്, ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കണ്ടു. അതിനകത്ത് ഞങ്ങളുടെ വിസയിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെഡിക്കെയർ എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടു. അപ്പോൾ ഞാൻ അന്നേരം വിചാരിക്കുന്നത്, മാതാവ് അല്ലെങ്കിൽ ഈശോ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു തടസ്സം തരുമ്പോൾ അതിനെങ്ങനെയാണ് ഒരു നന്മയാക്കി മാറ്റുന്നത്. അപ്പം എനിക്ക് വിസ കിട്ടാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതം തീർന്നു, എനിക്കിനി വാടക കൊടുക്കാൻ പറ്റില്ല, എനിക്ക് ജോലിയില്ല, എങ്ങനെ ഞാൻ ജീവിക്കും. പക്ഷേ ആ തടസ്സത്തിൽ നിന്നും എങ്ങനെയാണ് മാതാവ് അതിനെ ഒരു നന്മയാക്കി മാറ്റിക്കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മെഡിക്കെയറിന് ഞാൻ $400 ഓരോ മാസവും പേ ചെയ്ത് കൊണ്ടുവന്നിരുന്ന സ്ഥാനത്ത് എനിക്ക് ഫ്രീ ആയി അവർ മെഡിക്കെയർ തന്ന ഗവൺമെൻറ് മാതാവ് എന്നെ അനുഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് ആ ഫോർട്ട്നൈറ്റിൽ എനിക്ക് വരുന്നത്. എനിക്ക് വാടക കൊടുക്കാനുള്ള ശമ്പളം തികയുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ആഴ്ചയിൽ ഞങ്ങളുടെ കമ്പനിയിൽ എല്ലാവർക്കും $2000 വീതം ബോണസായിട്ട് അനുവദിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് മാതാവിൻ്റെ ഇടപെടലില്ലാതെ ആ സമയത്ത് മാത്രമായി ഇങ്ങനെ വരുന്നത്? അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ വിശ്വാസം വർദ്ധിച്ച് വന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പലരും ഓരോരോ തടസ്സങ്ങൾ മാറുന്നതും എങ്ങനെയാണ് മാതാവ് മനുഷ്യരെ കൈപിടിച്ച് നടത്തുന്നതുമെന്ന് ഞാൻ ഓരോ സാക്ഷ്യത്തിലൂടെയും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ വേറൊരു തടസ്സം ഞങ്ങൾക്ക് വന്നത്, ഞങ്ങളുടെ ഈ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും പല സമയങ്ങളിൽ ഞങ്ങളുടെ ലോയറോട് ഞങ്ങളുടെ പേപ്പർ വർക്കുകൾ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങളുടെ ലോയർ 3 പ്രാവശ്യം ഞങ്ങളുടെ പേപ്പർ വർക്ക് അവർ ചോദിച്ച ഇമെയിലുകൾ ഞങ്ങൾക്ക് അയച്ചു തരാതെ താമസിപ്പിച്ചു. ആ സമയത്തെല്ലാം മാതാവ് ഇടപെട്ടുകൊണ്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും എൻ്റെ ലോക്കൽ MP-യുടെ ഓഫീസിലേക്ക് അവർ മെയിൽ അയച്ച് ചോദിക്കുകയാണ്,
അവളുടെ ലോയറിനോട് ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഡയറക്റ്റ് എന്നോട് ആവശ്യപ്പെടാൻ പറ്റില്ല, കാരണം ഞാൻ എൻ്റെ ലോയറിന് ഓതറൈസേഷൻ കൊടുത്തിരിക്കുകയാണ് എൻ്റെ കറസ്പോണ്ടൻസ് ചെല്ലണമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും ഒരു കാൻഡിഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കൻറ്റിന് വേണ്ടി MP-യുടെ ഓഫീസിലേക്ക് അയച്ചുകൊണ്ട് എന്നെ അറിയിക്കുകയാണ് എൻ്റെ ലോയറിനെ അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാമായിരുന്ന പല ഇമെയിലുകളും അതുവഴി എൻ്റെ വിസയ്ക്ക് വീണ്ടും തടസ്സം വരുമായിരുന്നതൊക്കെ മാതാവ് ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് നയിച്ചതെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. അത് കഴിഞ്ഞു അവസാനത്തെ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കാൻ തുടങ്ങി. അവസാനത്തെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മെഡിക്കലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളുമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഓസ്ട്രേലിയയിൽ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ PCC ആണ് ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ കേസിൽ അറിയില്ല, മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് വിസ തരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ 16 വയസ്സ് തികഞ്ഞത് മുതൽ ഉള്ള പോലീസ് ക്ലിയറൻസ് കൊടുക്കണം. ഏതൊക്കെ രാജ്യത്ത് 12 മാസത്തിന് മുകളിൽ നിന്നിട്ടുണ്ടോ അവിടുത്തെ എല്ലാം PCC ആവശ്യമായി വന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലേക്കുള്ള പോലീസ് ക്ലിയറൻസിന് സിഡ്നി കോൺസുലേറ്റ് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സാധാരണഗതിയിൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് വരേണ്ട പോലീസ് ക്ലിയറൻസ് 2 മാസം 3 മാസമായിട്ടും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും തന്നെ. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രേയറായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ പോലീസ് ക്ലിയറൻസ് ഇന്ത്യയിൽ ഇത് വേഗം വരണം. മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു, ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഞങ്ങൾ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് സിഡ്നി കോൺസുലേറ്റിലേക്ക് ചെന്നു. ഇതെന്താണ്, ഇത് കിട്ടുന്നില്ല, ഇത്രയും താമസിക്കുന്നു, ഞങ്ങളുടെ വിസ ഡിലേ ആവുന്നു, ഞങ്ങൾ നാട്ടിൽ പോയിട്ട് 10 വർഷമാകാറായി, ഈ വിസയുടെ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, എന്താ ചെയ്യുന്നത്? അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അവിടുത്തെ ഓഫീസിലുള്ളവരുടെ ഒരു മനോഭാവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരെനിക്ക് എൻ്റെ പോലീസ് ക്ലിയറൻസ് ഈ അടുത്തൊന്നും തരാൻ പോകുന്നില്ല. എൻ്റെ ശരീരം ആകെ തളർന്നിട്ട് ഞാൻ അവിടെ ഒരു കസേരയിൽ ചെന്നിരുന്നിട്ട് എൻ്റെ ജപമാല എടുത്ത് ചൊല്ലി തുടങ്ങുമ്പോൾ അവിടെ നിന്നൊരു മലയാളി ഒരു ഓഫീസർ ഇറങ്ങി വന്നു. ആ മനുഷ്യൻ എൻ്റെ പേപ്പർ വർക്ക് വാങ്ങിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ കാണിച്ചു തരികയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പോലീസ് ക്ലിയറൻസ് ഇന്ത്യയിൽ നിന്ന് വന്നു കിട്ടി. പിന്നെ വീണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലീസ് ക്ലിയറൻസ് വരാൻ വീണ്ടും താമസിച്ചു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രേയറിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വന്നു. അത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. 3 ആഴ്ചയ്ക്കുള്ളിൽ ഫെബ്രുവരി 27-ാം തീയതി എൻ്റെ ലോയർ എന്നെ വിളിക്കുന്നു. ഒരു 5 മണി കഴിഞ്ഞ സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ വിസ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ആ ലോയർ എന്നോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് 4 പേർക്കും ഓസ്ട്രേലിയൻ സർക്കാർ പെർമനൻറ്റ് റെസിഡൻസി അപ്രൂവ് ചെയ്തിരിക്കുന്നു, സന്തോഷിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ ലോയറിന് താങ്ക് യു പറയുന്നതിന് മുമ്പ് താങ്ക് യു ഗോഡ് ഓൾമൈറ്റി എന്നാണ് പറഞ്ഞത്. ഈശോയും മാതാവും വഴിയല്ലാതെ ഒരിക്കലും നടക്കുവാൻ പാടില്ലാത്ത കാര്യം. 45 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് ഞങ്ങൾക്ക് 4 പേർക്കും പെർമനൻറ്റ് റെസിഡൻസി അനുവദിച്ചു തരണമെങ്കിൽ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം സംഭവിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇതിന് പുറമെ പല അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്കായി തന്നിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന നാട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് വളരെ ഒരു വിഷമകരമായൊരു വഴി തടസ്സമുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ അത് പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് ഞങ്ങളുടെ വളരെ വർഷങ്ങളായിട്ട് ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. അതൊരു കേസിൽപ്പെട്ട ആ വഴി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേറൊരു വഴിയില്ലാതെ ഞങ്ങളുടെ അടുത്തുള്ള പുരയിടക്കാരോട് ഞങ്ങൾ പൈസ കൊടുക്കാം നേരത്തെ ചോദിക്കുമ്പോഴൊന്നും അവർ തരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ വഴി തരാൻ ഞങ്ങൾക്ക് അവർ താല്പര്യത്തോടുകൂടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു റോഡ് വഴി ഞങ്ങൾക്ക് മാതാവ് വഴി ഉടമ്പടി വഴി ഞങ്ങൾക്ക് നേടിക്കിട്ടി. പിന്നെ കുട്ടികളുടെ പഠന മേഖലകളിൽ ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ വിസ കാറ്റഗറി കാരണം പല യൂണിവേഴ്സിറ്റികളും കുട്ടികളുടെ അഡ്മിഷൻ ഇങ്ങനെ തടസ്സം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ആയപ്പോൾ മോളുടെ ഒരു അഡ്മിഷൻ വന്ന സമയത്ത്
അവിടെ ഞങ്ങളുടെ വിസ കാറ്റഗറി ടെമ്പററി വിസ ആയത് കാരണം അവർ പല പല തടസ്സങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും, ഞാനും മോളും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോള് നമുക്ക് മാതാവിനെ വിളിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാനന്ന് ഒരു ഓൺലൈൻ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പിറ്റേന്ന് തന്നെ മെയിൽ വന്നു ഇവള് സെലക്ട് ആയി എന്നുള്ളത്, അവൾക്ക് അഡ്മിഷൻ ശരിയായി എന്നുള്ളത്. വളരെ വളരെ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് നേടി തന്നിട്ടുണ്ട്. നമ്മൾ ഈശോയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മാതാവ് നമ്മളോടായിരിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നാൽ നമ്മളെ മാതാവ് ഈശോയും ചേർത്ത് നിർത്തും. ഈശോയുടെ കരുണയും സ്നേഹവും ഈശോ പഠിപ്പിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പങ്കുവയ്ക്കുക. നമ്മൾ വളരെ വലിയ പ്രസംഗങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇവിടെ ഈശോ എന്താണോ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ആക്ഷൻസിലൂടെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ നോക്കുന്ന രോഗികളെ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം വെച്ച് ഞാൻ ഒത്തിരി അവിടുത്തെ പല രോഗികളും നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറാറൊക്കെ ഉണ്ട്. പക്ഷേ വളരെ ക്ഷമയോടും സ്നേഹത്തോടും കരുതലോടും കൂടി നിൽക്കുവാൻ ആത്മീയ ജീവിതത്തിൽ വന്നതിന് ശേഷം മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ മറ്റു ചിലത് അവിടെ പുതിയതായിട്ട് വരുന്ന മൈഗ്രൻസ് ഞങ്ങളുടെ ആ ഭാഗത്ത് വരുമ്പോൾ അവർക്ക് വീട് കിട്ടാൻ അവിടെ സെറ്റിലാകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പല രീതിയിലും പലരെയും കണക്ട് ചെയ്ത് കൊടുത്ത് എല്ലാവരെയും ഞാൻ പല രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ഈശോയുടെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ പല രീതിയിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നോട് പൈസ ആവശ്യപ്പെടുന്നവർ, സഹായം ആവശ്യപ്പെടുന്നവർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങളാണോ ആരാണോ എന്നൊന്നും നോക്കാതെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം പലർക്കും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. രാവിലെ ഞാൻ ജോലി ഉള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ബൈബിള് വായിക്കുകയും ബൈബിള് ഇങ്ങനെ ഓഡിയോ ബൈബിള് കേൾക്കുകയും വചന വായന ഞങ്ങൾ നിർബന്ധമായും എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷവും നമ്മുടെ ആത്മീയ ജീവിതം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ മാതാവിലായിക്കഴിഞ്ഞാൽ മാതാവ് ഈശോയിലൂടെ നമുക്ക് വാങ്ങിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ്. നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് സന്തോഷവും സമാധാനവും കൊണ്ട് നിറയും. ജീവിതം നമ്മുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും വളരെ വലുതാണ് നമ്മൾ ഈശോയിലായിരിക്കുമ്പോഴും മാതാവിലായിരിക്കുമ്പോഴും. നമ്മുടെ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എനിക്ക് നമ്മുടെ അച്ഛന്മാരോട് ഒത്തിരി ദേഷ്യമുള്ള ഒരു സമയമുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ടീച്ചിങ് ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എൻ്റെ ഏജ് കഴിഞ്ഞ് പോകുന്നിടം വരെ എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ അതിരൂപതയിൽ അച്ഛന്മാർ തന്നില്ല എന്നുള്ള ഒരു ദേഷ്യം കൊണ്ട് ഞാൻ അച്ഛന്മാരെ ഒത്തിരി വെറുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സഭ ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അൽമായരായ നമ്മൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. എനിക്കത് എല്ലാവരോടുമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. നമ്മളൊരിക്കലും മറ്റുള്ളവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ കണ്ടാണ് ഈശോ എന്താണ് പഠിപ്പിച്ചതെന്ന് മറ്റുള്ളവർ കാണേണ്ടത്. നമ്മൾ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മുടെ സഭ ഇന്ന് കടന്നു പോകുന്ന ക്രൈസിസുകൾ നമുക്ക് പ്രാർത്ഥനയിലൂടെയും നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെയും നേരിട്ടുകൊണ്ട് നമുക്ക് നല്ല സഭാമക്കളായിരിക്കാം. നമ്മുടെ കത്തോലിക്ക സഭ ഉത്തരോത്തരം ഈ ലോകത്തിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി.